ഭാഗമായിട്ട് ഡൽഹിയിലും മറ്റിടങ്ങളിലും എല്ലാം തന്നെ വലിയ രീതിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി 24ഓളം വിമാനത്താവളങ്ങൾ 6 സംസ്ഥാനങ്ങളിലായി 24 വിമാനത്താവളങ്ങൾ അടച്ച സാഹചര്യമുണ്ട്. 4 സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടുത്ത 3 ദിവസത്തേക്ക് പൂർണ്ണമായും അടച്ചിരിക്കുന്നു. പഞ്ചാബിലെ എല്ലാ സ്ഥാപനങ്ങളും, അതായത് സ്കൂളുകളാകട്ടെ, കോളേജുകളാകട്ടെ, യൂണിവേഴ്സിറ്റികളാകട്ടെ, പ്രൈവറ്റ് സ്ഥാപനങ്ങളാകട്ടെ, എയ്ഡഡ് സ്ഥാപനങ്ങളാകട്ടെ, ഗവൺമെന്റ് സ്ഥാപനങ്ങളാകട്ടെ, ഇവയെല്ലാം തന്നെ പൂർണ്ണമായും അവധി നൽകിക്കൊണ്ടാണ്, അടുത്ത 3 ദിവസത്തേക്ക് അവധി നൽകിക്കൊണ്ടാണ് പഞ്ചാബ് സർക്കാർ ഇത്തരത്തിൽ ഒരു ജാഗ്രത വെച്ചു പുലർത്തുന്നത്. എന്തായാലും 3 സേനാ വിഭാഗങ്ങളും ഒരുമിച്ച് തിരിച്ചടിക്കുകയാണ്. അതായത് കറാച്ചി തുറമുഖത്ത് മിസൈൽ വർഷം തന്നെ ഉണ്ടായിരിക്കുകയാണ്. പെഷവറിലും ഇന്ത്യൻ ആക്രമണം തുടരുകയാണ്. പത്താൻകോട്ടിൽ വീണ്ടും പാക് വിമാനം അടിച്ചിട്ട വാർത്തകൾ പുറത്തു വരുന്നു. അങ്ങനെ സർവ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പാകിസ്ഥാനുമേൽ പൂർണ്ണമായും ഇന്ത്യ അതിർത്തി കടന്ന് പ്രഹരമേൽപ്പിക്കുകയാണ്. തകർന്നടിഞ്ഞു പാക് പ്രതിരോധം എന്നുള്ളത് തന്നെയാണ്. 5ഇടത്ത് പാകിസ്ഥാനിലെ 5 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ തകർത്തതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 2 പാക് പൈലറ്റുമാർ ഇപ്പോഴും ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ട്. ഡൽഹിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലും ഇവിടുത്തെ സംസ്ഥാന DGPമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ സംസ്ഥാനങ്ങളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്തു. എന്തായാലും ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. പ്രധാനമന്ത്രിയുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സൗദി ഫോറിൻ മിനിസ്റ്റർ ഇപ്പോൾ പാകിസ്ഥാൻ സന്ദർശിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ വരുന്നു. നേരത്തെ തന്നെ സൗദി ഇതുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, 2 രാജ്യങ്ങളും സംയമനം പാലിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു സൗദിയും UAE അടക്കമുള്ള രാജ്യങ്ങൾ, ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങൾ 2 രാജ്യങ്ങളോട് നിർദ്ദേശിക്കുകയും ചെയ്ത് അത് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സന്ദർശിച്ചുകൊണ്ട് ഫോറിൻ മിനിസ്റ്റർ ഇത്തരത്തിൽ പാക് പ്രധാനമന്ത്രി അടക്കം മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അത്തരത്തിൽ തന്ത്രപ്രധാന മേഖലകളിലെല്ലാം തന്നെ പൂർണ്ണമായും തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. രാവൽപിണ്ടി, ലാഹോർ, ഇസ്ലാമാബാദ് 3 പ്രധാന നഗരങ്ങളിലേക്ക് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയിരിക്കുന്നു. ചോദിച്ചു വാങ്ങിയതാണ്, പറയാതെ വയ്യ. ചോദിച്ചു വാങ്ങിയ പ്രത്യാക്രമണം, ചോദിച്ചു വാങ്ങിയ തിരിച്ചടി അത് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ന് വൈകിട്ടാണ് ഇന്ത്യൻ അതിർത്തിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ പ്രകോപനത്തിന് മുതിർന്നത്. കനത്ത ഷെല്ലിംഗ് ആയിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. 16 ജീവനുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് 16 വിലയേറിയ സാധാരണക്കാരുടെ ജീവനുകളാണ് നഷ്ടപ്പെട്ടത് ഷെല്ലിങ്ങിൽ. അതിനും പ്രത്യാക്രമണം ഉണ്ടാകും എന്നുറപ്പായിരുന്നു. ഇപ്പോൾ എല്ലാം കൂടി തിരിച്ച് വാങ്ങുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ആദ്യഘട്ടത്തിൽ കൃത്യമായി ഭീകര കേന്ദ്രങ്ങളിലേക്ക് മാത്രമായിരുന്നു ആക്രമണം നടത്തിയത്. പക്ഷേ തുടർന്ന് ഇന്നലെ രാത്രി പാകിസ്ഥാൻ നടത്തിയ പ്രകോപനത്തിന് ശക്തമായ മറുപടി ഇന്ന് ഇന്ത്യ തിരിച്ചു നൽകി. അതിൽ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം വരെ തകർന്നു പോയിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇന്ന് വൈകിട്ട് വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനമായി വന്നത്. ഇപ്പോൾ ഇതാ ഇന്ത്യ സജ്ജമായി നിന്ന ഇന്ത്യൻ സൈന്യം 3 സൈനിക വിഭാഗങ്ങളും ഒന്നിച്ചു ചേർന്ന് പാകിസ്ഥാന്റെ ആ ദുർബുദ്ധിക്ക് നേരെ, ആ അവിവേകത്തിന് നേരെ മറുപടി നൽകിയിരിക്കുന്നു, തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോൾ കാണുന്നത്. സൗദി ഫോറിൻ മിനിസ്റ്റർ പാകിസ്ഥാനിലേക്ക് സന്ദർശനം നടക്കും, പാകിസ്ഥാനിലേക്ക് പോകും എന്ന വിവരങ്ങൾ ഇപ്പോൾ വരുന്നു. ഇനി അറിയേണ്ടത് പാകിസ്ഥാൻ അടുത്ത നടപടി എന്തെടുക്കും. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞു. ഭീകരവാദം അവസാനിപ്പിച്ചില്ലെങ്കിൽ, ഭീകരവാദത്തിനുള്ള പിന്തുണ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് നന്നാവില്ല എന്ന മുന്നറിയിപ്പ്, ഒപ്പം ഈ പ്രകോപനങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന നിർദ്ദേശം, ഇത് രണ്ടും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ നേരിട്ട് പാകിസ്ഥാന് നൽകി കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ പ്രകോപനം, അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് വൈകിട്ട് നടന്ന ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു. ഇതാ പാകിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണത്തിന്റെ, പാകിസ്ഥാനിലേക്ക് വർഷിക്കുന്ന മിസൈൽ വർഷത്തിന്റെ, ഡ്രോൺ വർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പക്ഷേ നമ്മളൊക്കെ മാധ്യമ പ്രവർത്തനം തുടങ്ങിയ ശേഷം നമ്മുടെയൊക്കെ കരിയറിൽ നമ്മൾ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴാണ് വീണ്ടും കാണുന്നത്. പക്ഷേ ഇത്തവണ അല്ലെങ്കിൽ ഈ സമയത്തുള്ള ഒരു പ്രത്യേകത ഈ ദൃശ്യങ്ങളാണ്. അപ്പോൾ തന്നെ ഈ ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലേക്ക്, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെ പാകിസ്ഥാനിൽ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണം ഉണ്ടായി. ഇത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണമല്ല, മറിച്ച് നമ്മൾ ഉറപ്പിച്ചു പറയേണ്ടതുണ്ട്, ഇത് ചോദിച്ചു വാങ്ങിയ തിരിച്ചടി മാത്രമാണെന്ന്. എവിടെ നിന്നൊക്കെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ വരുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, കാർഗിൽ യുദ്ധം അത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടായ യുദ്ധമാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് ഒരു യുദ്ധം ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി നോക്കി കാണുന്നത്. ഇപ്പോൾ പാകിസ്ഥാന് കനത്ത തിരിച്ചടി ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നതിന്റെ വാർത്തകളാണ് വരുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച്, സ്ഥിരീകരിക്കാത്ത വിവരമാണ്, പാകിസ്ഥാൻ സൈനിക മേധാവിയെയും സുരക്ഷിത ഇടത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന ഒരു വിവരമാണ് വരുന്നത്. നേരത്തെ പാക് പ്രധാനമന്ത്രിയെ സുരക്ഷിത ഇടത്തിലേക്ക് മാറ്റിയിരുന്നു. അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപം ഡ്രോൺ ആക്രമണം ഉണ്ടായതിനു ശേഷമാണ് അദ്ദേഹത്തെ സുരക്ഷിത വസതിയിൽ മാറ്റിയെങ്കിൽ ഇപ്പോൾ പാക് സൈനിക മേധാവിക്കും ഒളിച്ചു പോകേണ്ടി വന്നിരിക്കുന്നു. ജീവൻ രക്ഷിക്കാൻ എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ കടന്നാക്രമണത്തിൽ, തിരിച്ചാക്രമണത്തിൽ പാകിസ്ഥാൻ പകച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ 4 ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യ തകർത്തിരിക്കുന്നു. അതിൽ ഒരു F-16ഉം JF-16 3 എന്ന കണക്കുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. നേരത്തെ വരെ 3 ഫൈറ്റർ ജെറ്റുകൾ തകർത്തു എന്നായിരുന്നുവെങ്കിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് പാകിസ്ഥാന്റെ 4 ഫൈറ്റർ ജെറ്റുകൾ തകർക്കാൻ ഇന്ത്യക്കായിരിക്കുന്നു എന്നതാണ്. ഇന്ത്യയുടെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളെ എല്ലാം ചെറുക്കാൻ ഇന്ത്യക്കായിരിക്കുന്നു. അത് സൈന്യം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നു. ഒരു കാഷ്വാലിറ്റി പോലും ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ആയിട്ടില്ല എന്ന്. അപ്പോൾ ഇന്ത്യയിലേക്ക് വന്ന ആക്രമണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാനും ഫൈറ്റർ ജെറ്റുകൾ തകർക്കാനും ഇന്ത്യക്കായിരിക്കുന്നു. അതേസമയം തന്നെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് കനത്ത പ്രത്യാക്രമണം നടത്താനും ഇന്ത്യക്കായിരിക്കുന്നു. അതാണ് ഇന്ത്യ പാകിസ്ഥാന്റെ തുറമുഖമായ കറാച്ചിയിൽ തുറമുഖത്തേക്ക് ഇന്ത്യയുടെ അഭിമാനമായ INS വിക്രാന്തിലൂടെ നടത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ്. അത് പ്രധാനപ്പെട്ട 3 നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. റാവൽപിണ്ടിയിലും ഇസ്ലാമാബാദിലും ലാഹോറിലും ഒരേ സമയം കനത്ത പ്രഹരം ഇന്ത്യ ഏൽപ്പിക്കുന്നു. എങ്ങനെയാണ് പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമണത്തിന് മുതിർന്നത്, അതേ രീതിയിൽ കനത്ത തിരിച്ചടി ഇന്ത്യ നൽകുകയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, പാകിസ്ഥാന് മേൽ വലിയ രീതിയിലുള്ള ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നതാണ്. നേരത്തെ തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിരുന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. എസ്കലേഷനിലേക്ക് പോകരുത് എന്ന ഒരു കൃത്യമായ സന്ദേശം കൈമാറിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച്, നേരത്തെ മിഥുൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സൗദിയുടെ ഫോറിൻ മിനിസ്റ്റർ പാകിസ്ഥാനിലേക്ക് എത്തും എന്ന വിവരമാണ് വരുന്നത്. സൗദി ഒരു സമ്മർദ്ദ തന്ത്രം പുറത്തെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നാളെ തന്നെ ഒരു പക്ഷേ ആ സന്ദർശനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അത് കൂടുതൽ എസ്കലേഷനിലേക്ക് പോകരുത് എന്ന ഒരു വാർണിംഗ് പാകിസ്ഥാന് മേൽ നൽകാനാകും എന്നതാണ് കരുതുന്നത്. ഈ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിന് മുൻപ് തന്നെ ഡൽഹിയിൽ വലിയ തിരക്കിട്ട കൂടിയാലോചനകൾ നടന്നിരുന്നു. പല തലങ്ങളിലുള്ള കൂടിയാലോചനകൾ നടന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ലോക രാഷ്ട്രങ്ങളെ ധരിപ്പിക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്തുകൊണ്ട് തുടർച്ചയായ 2ാം ദിവസവും തിരിച്ചടിക്ക് ഇന്ത്യക്ക് ഇറങ്ങേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം ലോകരാഷ്ട്രങ്ങളെ ഉൾപ്പെടെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ കനത്ത തിരിച്ചടിക്ക് തയ്യാറെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന തിരിച്ചടി സമാനതകളില്ലാത്ത തിരിച്ചടിയാണ്. പാകിസ്ഥാന്റെ തന്ത്രപ്രധാനപ്പെട്ട ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരിച്ചടിയാണ്. പാകിസ്ഥാന് അവർ പ്രതീക്ഷിക്കുന്നതിലപ്പുറം തിരിച്ചടി നൽകും. ആ പ്രത്യാഘാതം പാകിസ്ഥാൻ നേരിടേണ്ടി വരും എന്നതായിരുന്നു ഫോറിൻ സെക്രട്ടറി വിക്രം മിസ്ത്രി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതെങ്കിൽ എന്താണോ ആ വാക്കുകളിൽ പ്രതിഫലിച്ചത് അത് തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്ന് അവരുടെ തന്ത്രപ്രധാന ഇടങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തുകയാണ്. അവരുടെ തുറമുഖം, അവരുടെ പ്രധാനപ്പെട്ട നഗരം, പ്രധാനമന്ത്രിയുടെ വസതിക്ക് തൊട്ടടുത്ത് വരെയുള്ള എത്തിയുള്ള ആക്രമണമാണ് ഇന്ത്യ നടത്തുന്നത്. അതിൽ INS വിക്രാന്ത് കറാച്ചിയിൽ നടത്തിയ, അവരുടെ തുറമുഖം ലക്ഷ്യമാക്കി നടത്തിയ തീ ആക്രമണത്തിൽ അവർ പകച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ പകച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.